നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 2000 രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. മെയ് മാസം മുതൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട 2 കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മാസം 2000 രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ്. നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഒരുപാട് തവണ പറഞ്ഞിരുന്നു വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് ആവശ്യകതയെക്കുറിച്ച്. ഇപ്പോഴും പെൻഷൻ ലഭിക്കുന്ന 20% ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. അതല്ലെങ്കിൽ പഴയ രൂപത്തിലുള്ള, നമ്മൾ പെന്നുകൊണ്ട് എഴുതിയ രൂപത്തിലുള്ള വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയ ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ മാസം അവസാനത്തോടെ തന്നെ ഇതിൻ്റെ പെൻഷൻ മുടങ്ങുന്നതാണ്. നിർബന്ധമായിട്ടും വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക. അല്ലാത്ത പക്ഷം പിന്നീട് നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് പുനഃസ്ഥാപിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരിക്കും. ഒട്ടുമിക്ക ആളുടെയും ധാരണ നമ്മൾ പെൻഷൻ വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് 5-6 വർഷങ്ങൾക്ക് മുമ്പ് പെൻഷൻ ലഭിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവുക പഴയ രൂപത്തിലുള്ള പെന്നുകൊണ്ട് എഴുതിയ രൂപത്തിലുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ആയിരിക്കാം. അതിൽ QR കോഡോ അതല്ലെങ്കിൽ അതിൻ്റെ നമ്പറുകളൊന്നും ഉണ്ടാവുകയില്ല. നിർബന്ധമായിട്ടും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം പിന്നീട് അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. നമുക്ക് തന്നെ നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകണമല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ പെൻഷൻ പോർട്ടൽ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. പെൻഷൻ പോർട്ടൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകണേ എന്നുള്ളത്. ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ള ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ നൽകുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ നമ്പർ, അതല്ലെങ്കിൽ പെൻഷൻ ID, അതല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് നമ്പർ, ഇതിലേതെങ്കിലും നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് പെൻഷൻ മസ്റ്ററിങ്. നമുക്കറിയാം, മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് പെൻഷൻ മുടങ്ങുന്നതാണ്. അവർക്ക് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതല്ല. പെൻഷൻ ലഭിക്കുന്ന ആളുകൾ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവർക്കിപ്പോൾ അവസരമുണ്ട്. എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള പെൻഷൻ ലഭിക്കുന്നതല്ല. മുടങ്ങിക്കിടക്കുന്ന പെൻഷനുകൾ അവർക്ക് നഷ്ടപ്പെടുന്നതാണ്. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ UDF സർക്കാർ അധികാരത്തിലെത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇനി ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് മാറ്റങ്ങളും ഉണ്ടായിരിക്കാം. നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ പിന്നീട് ചില ആനുകൂല്യങ്ങൾ മുടങ്ങുക, മറ്റു ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് അറിയിപ്പുകൾ ഇനി വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.